എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോബൽ പ്രൈസ് 2023 അതായത് 2023 നോബൽ പ്രൈസ് ജേതാക്കളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ ഉള്ള നമ്മൾ കറണ്ട് അഫയർ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് ക്ലാസ്സസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയർ സീരീസിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള മുൻപത്തെ കറണ്ട് അഫയർ സീരീസിൻ്റെ ക്ലാസ്സസ് കാണാൻ സാധിക്കും. LDC പോലുള്ള എക്സാംസിനൊക്കെ 20 മാർക്കാണ് കറണ്ട് അഫയറിന് വരുന്നത്. അത് 20 മാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പം 8-ാം തീയതി നടക്കാനുള്ള സിവിൽ പോലീസ് ഓഫീസർ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയൊക്കെ എക്സാം വരുന്നുണ്ട്. അപ്പം നോബൽ പ്രൈസിൽ നിന്ന് നമ്മുടെ PSCക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് ഈ നോബൽ പ്രൈസ്. നോബൽ പ്രൈസിൽ നിന്ന് ഒരു മാർക്ക് ഷുവറായിട്ടും ചോദിക്കും. നിങ്ങൾക്ക് അടുത്ത വരുന്ന എക്സാമിന് ഒരു മാർക്ക് ഈ നോബൽ പ്രൈസിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കറണ്ട് അഫയർ സീരീസിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോബൽ പ്രൈസ് 2023. അപ്പോൾ നോബൽ പ്രൈസ് 2023 നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2023 നോബൽ പ്രൈസ് ജേതാക്കളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് നമ്മൾ വൈദ്യശാസ്ത്രം, ബയോളജി വൈദ്യശാസ്ത്രത്തിൽ ബന്ധപ്പെട്ട നോബൽ പ്രൈസാണ് കിട്ടിയത്. അതായത് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് 2 പേർക്കാണ് നോബൽ പ്രൈസ് 2023 ലഭിച്ചത്. ഡ്രൂ വൈസ്മാനും അതുപോലെ തന്നെ ഡോക്ടർ കാറ്റലിൻ കാരിക്കോയ്ക്കുമാണ്. അപ്പം ഡ്രൂ വൈസ്മാനും ഡോക്ടർ കാറ്റലിൻ കാരിക്കോയ്ക്കുമാണ് വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. അപ്പം ഓർത്തു വെച്ചോണം, ഡ്രൂ വൈസ്മാനും അതുപോലെ തന്നെ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ. അപ്പം ഡ്രൂ വൈസ്മാൻ വരുന്നത് അമേരിക്കക്കാരനാണ് ഡ്രൂ വൈസ്മാൻ. അതുപോലെ തന്നെ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ വരുന്നത് ഹംഗറിക്കാരിയാണ്. അപ്പം USA ഡ്രൂ വൈസ്മാനും അതുപോലെ തന്നെ ഹംഗറിക്കാരിയായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോയ്ക്കുമാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് 2023 ലഭിച്ചത്. ഇവർക്ക് എന്തിനാണ് ലഭിച്ചതെന്നുള്ളതും PSC എടുത്തെടുത്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ അതോടെ നമുക്ക് പഠിച്ചു പോകാം. എന്തിനാണ് ഇവർക്ക് ലഭിച്ചത്? COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ എന്താണ്? COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഡ്രൂ വൈസ്മാനും അതുപോലെ തന്നെ ഡോക്ടർ കാറ്റലിൻ കാരിക്കോയ്ക്കും വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിക്കാൻ കാരണമായ കണ്ടുപിടുത്തം എന്താണ്? കോവിഡ്-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആയ? ഇത് മറക്കല്ലേ, വൈദ്യശാസ്ത്രത്തിനൊക്കെ ചോദിക്കും. അതായത് നോബൽ പ്രൈസിലെ എല്ലാ വിഭാഗത്തിൽ നിന്നും ഒരു ചോദ്യം വരും. അപ്പം വൈദ്യശാസ്ത്രം 2023 ആർക്കൊക്കെയാണ്? ഡ്രൂ വൈസ്മാന്, ഡോക്ടർ കാറ്റലിൻ കാരിക്കോ. അപ്പം എന്തിനാണ് അവർക്ക് ലഭിച്ചത്? COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. മറക്കല്ലേ, വൈദ്യശാസ്ത്രം ഡ്രൂ വൈസ്മാൻ, കാറ്റലിൻ കാരിക്കോ. മറക്കല്ലേ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൗതികശാസ്ത്രത്തെക്കുറിച്ചാണ്. ഭൗതികശാസ്ത്രം, ഫിസിക്സ്. ഭൗതികശാസ്ത്രത്തിൽ 2023 നോബൽ പ്രൈസ് ലഭിച്ചത് 3 പേർക്കാണ്. വൈദ്യശാസ്ത്രത്തിൽ 2 പേർക്കാണ് ലഭിച്ചതെങ്കിൽ ഭൗതികശാസ്ത്രത്തിൽ 3 പേർക്കാണ് ലഭിച്ചത്. അപ്പോൾ 3 പേര് ആരൊക്കെയാണെന്ന് നോക്കാം. പിയർ അഗസ്റ്റിനി, ഫെറൻസ് ക്രോസ്, അതുപോലെ തന്നെ ആൻ ലൂലിയർ. അപ്പോൾ പിയർ അഗസ്റ്റിനിയും ഫെറൻസ് ക്രോസും അതുപോലെ തന്നെ ആനി എൽ ലൂലിയറുമാണ്. അപ്പോൾ ഇത് പേര് പഠിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ പേരിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ വെച്ചങ്ങ് പഠിച്ചോ. അതായത് പിയർ ഫെറൻസ് ആൻ എന്നങ്ങ് വെച്ചോ. അങ്ങനെ അങ്ങ് വെച്ചങ്ങ് പഠിച്ചോ. പിയർ ഫെറൻസ് ആൻ. അപ്പോൾ പിയർ വന്നിട്ട് ഭൗതികശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയത് ആരൊക്കെയാണ്? പിയർ ഫെറൻസ് ആൻ. ഭൗതികശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് ആർക്കൊക്കെയാണ് കിട്ടിയത് 2023? പിയർ ഫെറൻസ് ആൻ. അതായത് പിയർ അഗസ്റ്റിനി ടുണേഷ്യ, അതുപോലെ തന്നെ ഫെറൻസ് ക്രോസ് ഹംഗറി, അതുപോലെ തന്നെ ആൻ ലൂലിയർ ഫ്രാൻസ്. അപ്പോൾ ഭൗതികശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് 2023 ആർക്കൊക്കെയാണ് ലഭിച്ചത്? പിയർ ഫെറൻസ് ആൻ. ഇവരുടെ ഫ്രണ്ട് നെയിം അങ്ങ് ഓർത്ത് വെച്ചു. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് ഇത് മൊത്തം പേരും നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്നില്ലെങ്കിൽ ആ ഫ്രണ്ടിലത്തെ പേരോ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും. പിയർ ഫെറൻസ് ആൻ. അതിനൊരു താളം ഉണ്ടല്ലോ.
പിയർ ഫെറൻസ് ആൻ, പഠിക്കാനും എടുത്ത ആളുണ്ടല്ലോ, പിയർ ഫെറൻസ് ആൻ. ഭൗതികശാസ്ത്രം 2023 നോബൽ പ്രൈസ് ലഭിച്ച ആർക്കൊക്കെയാണ്? ഭൗതികശാസ്ത്ര വിഭാഗത്തിൽ പിയർ ഫെറൻസ് ആൻ, പിയർ അഗസ്റ്റിനി ടുണേഷ്യ, ഫെറൻസ് ക്രോസ് ഹംഗറി, ആൻ ലൂലിയർ ഫ്രാൻസ്. അപ്പോൾ ഇവർക്ക് എന്തിനാണ് ലഭിച്ചത്? അതുകൂടെ നമുക്ക് പഠിക്കണം. എന്തിനാണ് ഇവർക്ക് ലഭിച്ചത്? പ്രകാശത്തിൻ്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് പുരസ്കാരം. അവർ രൂപപ്പെടുത്തിയ പരീക്ഷണങ്ങൾ വഴി ആറ്റോ സെക്കൻഡ് തലത്തിലുള്ള പ്രകാശ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. അപ്പോൾ എന്തിനൊക്കെയാണ് ഇവർക്ക് ലഭിച്ചത്? പ്രകാശത്തിൻ്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ അവർ രൂപപ്പെടുത്തിയ പരീക്ഷണങ്ങൾ വഴി ആറ്റോ സെക്കൻഡ് തലത്തിലുള്ള പ്രകാശ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. അപ്പോൾ ആറ്റോ സെക്കൻഡ് തരത്തിലുള്ള പ്രകാശ സ്പന്ദനങ്ങൾ ഇവരുടെ പരീക്ഷണത്തിന് മൂലം സൃഷ്ടിക്കാൻ സാധിച്ചു. ക്ലിയർ ആയേ? അപ്പോൾ ആർക്കൊക്കെയാണ് ഭൗതികശാസ്ത്രം 2023 നോബൽ പ്രൈസ് ലഭിച്ചത്? പിയർ അഗസ്റ്റിനി, ഫെറൻസ് ക്രോസ്, ആൻ ലൂലിയർ, പിയർ ഫെറൻസ് ആൻ. ക്ലിയർ ആയി? അപ്പോൾ നമുക്ക് അടുത്തിലോട്ട് പോകാം. അടുത്ത നമുക്ക് രസതന്ത്രമാണ്, കെമിസ്ട്രി വിഭാഗമാണ്. കെമിസ്ട്രി വിഭാഗത്തിൽ ആരൊക്കെയാണെന്ന് നോക്കാം. 3 പേർക്കാണ് കെമിസ്ട്രി രസതന്ത്ര വിഭാഗത്തിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ 3 പേരാരൊക്കെയാണ്? മൗഗി ബാവേണ്ടി, അതുപോലെ തന്നെ ലൂയി ബ്രസ്, അലക്സി എക്കിമോവ്. അപ്പം മൗഗി ബാവേണ്ടി ഫ്രാൻസ്, അതുപോലെ തന്നെ ലൂയി ബ്രസ് USA, അലക്സി എക്കിമോവ് റഷ്യ. ആ പേര് കേൾക്കുമ്പോൾ എക്കിമോവ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ റഷ്യ അറിയാമല്ലോ. അപ്പം മൗഗി ബാവേണ്ടി, ലൂയി ബ്രസ്, അലക്സി എക്കിമോവ്. അപ്പം നമ്മളിങ്ങനെ ഓർത്ത് വെച്ചോ, മൗഗി ലൂയി അലക്സിയും ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി അങ്ങ് പഠിച്ചു വെച്ചോ. അപ്പോൾ 2023 നോബൽ പ്രൈസ് രസതന്ത്രത്തിലെ നോബൽ പ്രൈസ് ആർക്കൊക്കെയാണ് ലഭിച്ചത്? മൗഗി ലൂയി അലക്സിയും ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി. അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചോണേ, മറക്കത്തില്ല. മൗഗി ലൂയി അലക്സി ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി. അപ്പോൾ ഇവർക്ക് കിട്ടിയ എന്തിനാണ് കിട്ടിയത്? ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് പുരസ്കാരം. അപ്പോൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോണേ, മറക്കല്ലേ. ഇതിന് നിങ്ങൾ മറക്കത്തില്ല, എക്സാം ഹോൾ വരെയും മറക്കത്തില്ല. അപ്പോൾ ഇങ്ങനൊരു കോഡ് വെച്ചങ്ങ് പഠിച്ചോ. കോഡല്ല, നമ്മൾ പെട്ടെന്ന് പഠിക്കാനുള്ള ഇതാണ് വരുന്നത്. അതായത് മൗഗി ബാവേണ്ടി, ലൂയി ബ്രസ്, അലക്സി എക്കിമോവ്, ഇത് 3 പേരോടെ നമ്മൾ പഠിച്ച് അത് നമ്മുടെ മൈൻഡിൽ കയറാത്ത പേരുകളൊക്കെയാണ്. എക്സാം ഹോളിൽ എത്തുമ്പോൾ നമ്മൾ എന്തായാലും മറന്നു പോകും. അപ്പം ഇതിനെ ഷോർട്ടാക്കി അങ്ങ് പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ഇത് വരും. അതായത് മൗഗി ലൂയി അലക്സി ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി നിങ്ങൾ പഠിച്ചു വെച്ചോ. അപ്പം രസതന്ത്രം 2023 നോബൽ പ്രൈസ് ആർക്കൊക്കെയാണ്? മൗഗി ബാവേണ്ടി ഫ്രാൻസ്, ലൂയി ബ്രസ് USA, അലക്സി എക്കിമോവ് റഷ്യ. ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് നമുക്ക് നോക്കാം. സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട നോബൽ പ്രൈസിലെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രൈസ് ആർക്കാണ്? ജോൺ ഫൊസെ. നോർവേക്കാരനായ ജോൺ ഫൊസയ്ക്കാണ് സാഹിത്യത്തിനുള്ള 2023 നോബൽ പ്രൈസ് ലഭിച്ചത്. അപ്പം ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം ഒരു നോർവീജിയൻ നാടകകൃത്തും നോവലിസ്റ്റുമാണ്. അപ്പം ഇദ്ദേഹം ഒരു നോർവീജിയൻ നാടകകൃത്തും നോവലിസ്റ്റും ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലാക്ക്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. CP ഒക്കെ എഴുതുന്നവരൊക്കെ ശ്രദ്ധിച്ചു, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ LDCയിലൊക്കെ ചോദിക്കാം, LDC ലെവലിലൊക്കെ CPO ലെവല് ഡിഗ്രി ലെവൽ പ്രിലിംസിലൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പം LDC ലെവൽ കറണ്ട് അഫയർ ഇച്ചിരി ടഫ് ആവുകയാണെങ്കിൽ നോവലും അദ്ദേഹത്തിൻ്റെ നാടകവും രചനകളൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പഠിച്ചു വെച്ചോ. ജോൺ 2023 സാഹിത്യത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? നോർവേക്കാരനായ ജോൺ ഫോസെ ആരാണ്? നോർവീജിയൻ നാടകകൃത്തും നോവലിസ്റ്റുമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ റെഡ് ബ്ലാക്ക് ഓർത്ത് വെച്ചോ. ജോൺ ഫോസയുടെ ആദ്യത്തെ നോവലാണ് റെഡ് ബ്ലാക്ക്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നാടകമാണ് ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ് ആണ് ആദ്യത്തെ നോവൽ. അപ്പോൾ ആദ്യത്തെ നോവൽ റെഡ് ബ്ലാക്ക്. ആദ്യത്തെ നാടകം ഏതാണ്? ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ് ആണ് ആദ്യ നാടകം. ഇദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ എന്തൊക്കെയാണ്? സെപ്റ്റോളജി, ദ അതർ നെയിം, ഐ ഈസ് അനദർ, എ ന്യൂ നെയിം എന്നിങ്ങനെ 3 വാല്യങ്ങളായാണ് ഈ നോവൽ പുറത്തിറക്കിയത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സെപ്റ്റോളജി എന്ന് പറഞ്ഞ
നോവൽ 3 വാല്യങ്ങളായിട്ടാണ് പുറത്തിറക്കിയത്, സെപ്റ്റോളജി എന്ന് പറയുന്ന നോവൽ. അപ്പോൾ ഏതൊക്കെ വാല്യങ്ങളായിട്ടാണ്? ദ അതർ നെയിം, ഐ ഈസ് അനദർ, എ ന്യൂ നെയിം എന്നിങ്ങനെ 3 വാല്യങ്ങളാണ് ഈ നോവൽ പുറത്തിറക്കിയത്. 3 വാല്യങ്ങളായിട്ടാണ് ഈ നോവൽ പുറത്തിറക്കിയത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ നാടകമാണ് ആലീസ് അറ്റ് ദ ഫയർ, അതുപോലെ തന്നെ സമ്മൺ ഈസ് ഗോയിങ് ടു ഹോം. അപ്പം ഇത്രയുമാണ് ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഒന്നുകൂടെ പറയാം, 2023 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ജോൺ ഫൊസെ, നോർവേ. ജോൺ ഫൊസെ, മറക്കല്ലേ, സാഹിത്യം ജോൺ ഫൊസെ, നോർവേ. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു നോർവീജിയൻ നാടകകൃത്തും നോവലിസ്റ്റും കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലാക്ക് ആണ്. ആദ്യ നോവൽ റെഡ് ബ്ലാക്ക്. ആദ്യ നാടകം എന്ന് പറയുന്നത് ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ്. നെവർ ബി പാർട്ടഡ് ആദ്യ നാടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാന രചനകൾ എന്ന് പറഞ്ഞാൽ സെപ്റ്റോളജിയാണ്. സെപ്റ്റോളജി 3 വാല്യങ്ങളായിട്ടാണ് പുറത്തിറക്കിയത്. അതായത് ദ അതർ നെയിം, ഐ ഈസ് അനദർ, എ ന്യൂ നെയിം എന്നിങ്ങനെ 3 വാല്യങ്ങളായാണ് ഈ നോവൽ പുറത്തിറക്കിയത്. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ നാടകങ്ങളാണ് ആലീസ് അറ്റ് ദ ഫയർ, അതുപോലെ തന്നെ സമ്മൺ ഈസ് ഗോയിങ് ടു ഹോം. അപ്പോൾ സാഹിത്യം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് സാമ്പത്തിക ശാസ്ത്രമാണ്. എന്താണ്? സാമ്പത്തിക ശാസ്ത്രമാണ് നമ്മൾ പഠിക്കാനുള്ളത്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2023 നോബൽ പ്രൈസ് ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ. അപ്പം നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചോ, സാമ്പത്തിക ശാസ്ത്രത്തിനല്ല, ക്ലോഡിയ ഗോൾഡിൻ, അമേരിക്ക. അപ്പം ഇങ്ങനെ പഠിച്ചു വെച്ചോ, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസാണ് കിട്ടിയത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ സമ്പത്തിനെ കുറിച്ചല്ലേ പഠിക്കുന്നത്? സമ്പത്ത് എന്നല്ലേ പറയാം. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ സമ്പത്ത്. അപ്പോൾ സമ്പത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എപ്പോഴും നമ്മുടെ നാട്ടിൽ സ്വർണ്ണത്തിന് നല്ല വിലയാണ്. ഇപ്പോൾ 1 പവൻ സ്വർണ്ണത്തിനൊക്കെ നല്ല അത്യാവശ്യം 40,000-നൊക്കെ മേളിൽ വിലയാണ്. അപ്പം സാമ്പത്തിക ശാസ്ത്രം അപ്പോൾ ആർക്കാണ് കിട്ടുന്നത്? അതായത് സമ്പത്തുള്ളവനാണ് കിട്ടുന്നില്ല. അങ്ങനെ പഠിച്ചു വെച്ചോ, സാമ്പത്തിക ശാസ്ത്രം സമ്പത്തുള്ളവന് കിട്ടും. അതുകൊണ്ട് തന്നെ ക്ലോഡിയ ഗോൾഡിന് കിട്ടി. ഗോൾഡ് ഉള്ളതുകൊണ്ട് തന്നെ, മനസ്സിലായോ? ക്ലോഡിയ ഗോൾഡിൻ. ഗോൾഡുള്ള സാമ്പത്തിക ശാസ്ത്രം ആർക്കാണ് കിട്ടുന്നത്? ഗോൾഡ് ഉള്ള ഒരാൾക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഗോൾഡ് ഒരു സാമ്പത്തിക സ്രോതസ്സല്ലേ. അപ്പം സാമ്പത്തിക ശാസ്ത്രം 2023 നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? ഗോൾഡിൻ. അപ്പോൾ ഓർത്ത് വെച്ചോണോ, 2023 നോബൽ പ്രൈസ് സാമ്പത്തിക ശാസ്ത്രത്തിന് ആർക്കാണ് കിട്ടിയത്? ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിൻ. ഓർത്ത് വെച്ചോ, ഇനി നിങ്ങൾ മറക്കല്ലേ. അമേരിക്കക്കാരിയാണ്. ക്ലോഡിയ ഗോൾഡിൻ അമേരിക്കക്കാരിയാണ്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ച് ഉള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് പുരസ്കാരം. അപ്പോൾ ഇവരെന്താണ് ചെയ്തത്? സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് പുരസ്കാരം. അപ്പം സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലുള്ള വിപണി ഫലങ്ങളെക്കുറിച്ചും സ്ത്രീകളുടെ തൊഴിലിനെക്കുറിച്ചും ഒക്കെ ഇവർ പഠനങ്ങൾ നടത്തി. പഠനങ്ങൾ, റിസർച്ചും വിലയിരുത്തലും ഒക്കെ വിലയിരുത്തലും കണക്കിലെടുത്താണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം ക്ലോഡിയ ഗോൾഡിൻ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചും പഠനങ്ങളും വിലയിരുത്തലുകളും നടത്തിയതിനെ കണക്കിലെടുത്താണ് പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് നേടുന്ന 3ാമത്തെ വനിത കൂടിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് നേടുന്ന 3ാമത്തെ വനിത കൂടിയാണ് ക്ലോഡിയ ഗോൾഡിൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2023 നോബൽ പ്രൈസ് സാമ്പത്തിക ശാസ്ത്രം നേടിയതാരാണ്? ക്ലോഡിയ ഗോൾഡിൻ. ഗോൾഡ് ഉള്ളതുകൊണ്ട് തന്നെ സാമ്പത്തിക ശാസ്ത്രം ഗോൾഡ്, സാമ്പത്തികമായിട്ട് ഗോൾഡ് വരും. അതുകൊണ്ട് ഓർത്ത് വെച്ചോടെ, ക്ലോഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം 2023 നോബൽ പ്രൈസ് അമേരിക്കക്കാരിയാണ്. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് പുരസ്കാരം. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ നേടുന്ന 3ാമത്തെ വനിതയാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2023 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിക്കുന്നത് നർഗീസ് മുഹമ്മദി ഇറാൻകാരിയാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മുസ്ലിം പേരാണ്. അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ട് അങ്ങ് കണക്ട് ചെയ്ത് വെച്ചോ. ഇറാൻ ഒരു മുസ്ലിം രാജ്യമാണല്ലോ, അപ്പോൾ അങ്ങ് കണക്ട് ചെയ്ത് വെച്ചോ. നർഗീസ് മുഹമ്മദി ഇറാൻ. ഇറാൻ മാധ്യമപ്രവർത്തകയാണ് ഈ നർഗീസ് മുഹമ്മദി. ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തക, മാധ്യമപ്രവർത്തക, ഒരുപാട് സമരങ്ങളൊക്കെ ഇവർ നയിച്ചിട്ടുണ്ട്. ഈ നർഗീസ് മുഹമ്മദി ജയിലിലൊക്കെ കിടന്നിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇക്വാലിറ്റിക്ക് ഒക്കെ വേണ്ടി സമരം ചെയ്ത്
സമരം ചെയ്ത് ഇവർ ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയതാണ് ഇറാനിൽ. അപ്പോൾ ഇവരൊരു മാധ്യമപ്രവർത്തക അല്ലാതെ തന്നെ ഒരു മനുഷ്യാവകാശ പ്രവർത്തക, അതുപോലെ തന്നെ ഒരു ആക്ടിവിസ്റ്റുകളൊക്കെ കൂടിയാണ്. അപ്പോൾ ഇറാൻ മാധ്യമപ്രവർത്തക, അതുപോലെ തന്നെ ഇവർക്ക് 2023 UN പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ചു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, 2023 UN പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച ആർക്കാണ്? നർഗീസ് മുഹമ്മദി ഇറാന്. അതുപോലെ തന്നെ 2023 നോബൽ പ്രൈസിന് സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ്? നർഗീസ് മുഹമ്മദി ഇറാൻ, മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ 2023 നോബൽ പ്രൈസിൻ്റെ സമ്മാനത്തുകയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നോബലിൻ്റെ പുതുക്കിയ സമ്മാനത്തുക വന്നിട്ടുണ്ട്, ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. 11 മില്യൺ സ്വീഡിഷ് ക്രോണാണ്. സ്വീഡിഷ് ക്രോൺ എന്ന സ്വീഡനിലെ നാണയമാണ് വരുന്നത്, സ്വീഡനിലെ പൈസ വെച്ചാണ്. അപ്പം നോബലിൻ്റെ പുതുക്കിയ സമ്മാനത്തുക എന്താണ്? 11 മില്യൺ സ്വീഡിഷ് ക്രോണാണ്. അതിപ്പം ഇനിയിപ്പോൾ കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ നല്ല ടഫായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, അതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ 11 മില്യൺ സ്വീഡിഷ് ക്രോണാണ് നോബലിൻ്റെ പുതുക്കിയ സമ്മാനത്തുക എന്ന് പറയുന്നത്. ക്ലിയർ ആയേ? അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ 2022 നോബൽ ക്ലാസ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ നമ്മളത് എടുക്കുന്നില്ല. 2023 നോബൽ പ്രൈസ് വിന്നേഴ്സിനെ കുറിച്ചാണ് ക്ലാസ് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ ഉടനെ ഇടാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ശനിയാഴ്ച എക്സാം ഉണ്ട്, CPO ഒക്കെ എക്സാം വരുന്നുണ്ട്, അതുപോലെ തന്നെ LDC വരുന്നുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം 2023 നോബൽ പ്രൈസ് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്, ഒരു 90% ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തത്. അപ്പം അതുപോലെ തന്നെ നമ്മളുടെ ഒരു കൂട്ടുകാരൻ കമൻറ്റും ചെയ്തിട്ട് നോബൽ പ്രൈസിൻ്റെ ക്ലാസ് ഇടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നോബൽ പ്രൈസ് 2023 ക്ലാസ് നമ്മൾ 2022 ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ 2023 ഇപ്പോൾ ചെയ്യുവാണ്. അപ്പം കറണ്ട് അഫയറിൻ്റെ ഇനിയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, കറണ്ട് അഫയർ സീരീസ് പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനോട് മറക്കല്ലേ. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കുക, അതിലൂടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. താങ്ക് യു.